I stopped listening to music. So, hi guys, welcome back to my channel. ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടല്ലേ? ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? എൻ്റെ അവസാന ശ്വാസം വരെ എന്നൊക്കെ മാസമായിട്ട് പറയുന്നുണ്ട്. വല്ല കീഴ്ശ്വാസം വിടുന്ന കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത്. ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും. അവസാന ശ്വാസം എന്ന് പറഞ്ഞാൽ കീഴ്ശ്വാസം ഒന്നും വിട്ടേക്കരുത് കേട്ടോ. അതിന് എനിക്ക് ജോക്കൂറ്റന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ ഈത്തയൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് വരത്തില്ലേ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എത്ര മനോഹരമായിട്ടാണ് ആ ചുണ്ടിന് അല്ലാഹു സംവിധാനം ചെയ്തിട്ടുള്ളത്. എന്ത് മനോഹരമായിട്ടാണ് നമ്മൾ ദൈവങ്ങൾ സൃഷ്ടിച്ചേക്കണമെന്നല്ലേ. അല്ലേ, ചില പിള്ളേരൊക്കെ രാവിലെ ഇങ്ങനെ മൂക്കിലൊക്കെ ആയിട്ടുണ്ടൊക്കെ വരും അല്ലേ. അവിടെ വെച്ചിട്ടാണ് അള്ളാഹു മനുഷ്യന്റെ അവയവങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. ഇവൻ പറയുന്നത് പോലെ മനോഹരമായിട്ടാണ് എല്ലാവരും സൃഷ്ടിച്ചേക്കുന്നതെങ്കിൽ ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. ഇല്ല, അവിടെ വെച്ചിട്ടാണ് അള്ളാഹു മനുഷ്യന്റെ അവയവങ്ങളെ രൂപാന്തരം. ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞ് കുറെ വാണങ്ങൾ വരും, മൈൻഡ് ചെയ്യണ്ട. ഞാൻ ഇവൻ പറയുന്ന കോണ്ടാക്ട് വെച്ചിട്ടൊരു സാമ്പിൾ കാണിച്ചതാണ്. ഇന്നത്തെ വീഡിയോ പ്രത്യേകത എന്ന് വെച്ചാൽ താത്തയ്ക്കുള്ള 2ാം എയർ ഇന്ത്യ വിമാനം തയ്യാറായി കഴിഞ്ഞു. അപ്പൊ പോവല്ലേ. നമ്മൾ സ്ത്രീകൾ നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. വൈറൽ ഷവർമയാണ്. വൈറൽ ഷവർമ നമ്മുടെ ഡൈനമൈറ്റ് സോസിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇത് കഴിഞ്ഞില്ല തള്ളേ. സൂറ അൽ അഹ്സാബില് വേഴ്സ് 32 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വോയിസ് സോഫ്റ്റൻ ചെയ്യരുത്, പക്ഷേ സ്പീക്ക് ഇൻ എ മോഡറേറ്റ് ടോൺ. ഇഫ് എ വുമൻസ് വോയിസ് വാസ് ഔറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും സംസാരിക്കരുത്. അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? യു ക്യാൻ സ്പീക്ക് ഇൻ എ മോഡറേറ്റ് ടോൺ. You can speak modestly. Just don't be flirtatious and don't be soft in your speech. ഷവർമ എന്ന് പറഞ്ഞാലേ ഇതുപോലെ വേണം. പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. നിങ്ങളുടെ കൈവശമുള്ള പ്രയർ ഡ്രസ് അങ്ങനെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നല്ല പ്രയർ ഡ്രസ് പരിചയപ്പെടുത്താം. പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. താത്തക്ക് ഇപ്പൊ പിന്നെയും കുറച്ചുകൂടി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് വേറൊരു വോയിസ് കൂടി കേൾക്കാനുണ്ട്. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. മദ്രസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ, ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണാന്ന് പറയില്ല, നമ്മളിങ്ങനെ ഓരോന്ന്. ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മതത്തെ കുറ്റം പറയുന്ന ഒരു കലാപരിപാടിയെ മാറിയിട്ടുണ്ട്. അങ്ങനെയാണോ? 4 ആളുകളെ കാണുമ്പോൾ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കല്ല് വെച്ചല്ല കരിങ്കല്ല് വെച്ച നുണ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായൊരു സംശയം വെച്ചാൽ പലരെയും പലതാണ് പഠിപ്പിക്കുന്നത്. കാരണം എനിക്ക് വന്നൊരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. ഞാൻ ചിന്തിച്ചിരുന്ന കുറേ കാര്യങ്ങളൊന്നും ശരിയല്ലാതെ, എന്താ പറയുക, ഞാൻ ഫുൾ എല്ലാ വീഡിയോസും കാണലുണ്ട്. മീൻസ് പ്രത്യേകിച്ച് ഈ മതത്തിനെ പറ്റിയുള്ള എല്ലാ വീഡിയോസും കാണലുണ്ട്. ഞാൻ 10 വരെ മദ്രസ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആര് കൂടുകയാണോ അവരെ കൂടുകയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലായാലും നരകത്തിലായാലും, അതായത് നമ്മൾ വേറൊരു മതത്തിലുള്ള ഒരാളായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മദ്രസ നമുക്ക് പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ, എനിക്ക് വേറെ ക്ലാസ്സിൽ ഫ്രണ്ട്സേ ഉണ്ടായിരുന്നില്ല. ഒരു ഇച്ചിരി ബോധം വെക്കണ വരെ നമുക്ക് പേടിയായിരുന്നു അങ്ങനെയായിട്ട് സംസാരിച്ചു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറച്ച് പേര് മാത്രം? അപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കുറേ പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ സംസാരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ? ചിലർക്ക് മാത്രം ഇത്രയും ദേഷ്യം. ഒരു ഇച്ചിരി ബോധം വെക്കണ വരെ നമുക്ക് പേടിയായിരുന്നു അങ്ങനെയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നരകം കിട്ടുമോ, നമ്മളെ ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എനിക്കും കോൺഫിഡൻ്റ് ആയിട്ട്, ഞാൻ ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ പിള്ളേരെടുത്ത് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇതിങ്ങനെയൊന്നല്ല ചിന്തിക്കേണ്ടത് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയണം. അപ്പോൾ എനിക്ക് ഈ ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരുടെ അടുത്തുള്ള ഫ്രസ്ട്രേഷൻ, അവരുടെ അടുത്ത് ഇങ്ങനെ പറയാനൊക്കെ പറ്റണമായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മീൻസ് അതൊക്കെ തന്നെ, മീൻസ് എനിക്ക് പറയണം തോന്നി. ഇപ്പം ഞാൻ കുറേ വോയിസ് ആയിട്ട് നോക്കി, പക്ഷെ പറ്റില്ല, കുറേ നേരമായി ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്? വ്യഭിചരിക്കാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല. ഈ കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കള്ള് സ്വർഗത്തിലുണ്ട് എന്ന് എഴുതി വെച്ച ഖുറാനെ പറ്റി എന്താണ് പറയാനുള്ളത്? പാലും കള്ളൊക്കെ ഒഴുകുന്ന പുഴ. ഇതൊന്നും നമ്മൾ പറയുന്നതല്ല കേട്ടോ. അതാ വായിക്ക്. ഇതെന്ത് ഇവന്മാർ ഇങ്ങനെ ഈ കല്ല് വെച്ചെന്നാണെന്നൊക്കെ പറയുന്നത്? ഇതിന്റെ കമന്റ്, ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ തന്നെ നോക്കൂ. ഇപ്പോൾ നീ വിലസും, അവിടെ അല്ലാഹ് വിലസിക്കും. ഈ അള്ളാഹു അത്രയ്ക്ക് ക്രൂരനാണ്. ഇഫ് ദ ഗോഡ്സ് റിയാക്ഷൻ ഈസ് ലൈക്ക് ദാറ്റ്, then how can he be a good god? മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ
ദേഷ്യമൊക്കെ വരും. 6ാം ക്ലാസ് വരെ പഠിച്ച പിള്ളേർക്ക് എന്ത് കുന്താന്ന് ഞാൻ അറിയുന്നത്. ഹലോ ഹലോ നിത മോൾ, സുഖാണോ? സ്കൂളിലല്ലേ ഇപ്പൊ മദ്രസയിലൊന്നും പോണില്ല? ഇല്ല. മദ്രസയില് ഉസ്താദ്മാര് കുഴപ്പാക്കിയോ? ആക്കി ഒരു ഉസ്താദ് അല്ലേ? എന്നിട്ട് ഉമ്മാനോട് വന്ന് പറഞ്ഞു? പറഞ്ഞപ്പോ ഉമ്മ എന്ത് പറഞ്ഞു? നീ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷായി? സന്തോഷായി. എന്റെ മോളെന്നെ മദ്രസയിൽ പോയിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ച ഡൗട്ടാണ്, ഉമ്മ ഒരു ഏകദൈവമാണെന്ന് പറയുന്നു, കാഫിറുകളുടെ കൂടെ ഒന്നും കൂടാൻ പാടില്ല എന്ന് പറയുന്നു, ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ അള്ളാഹു ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ അള്ളാഹു എന്തിനാ ആ മതത്തിലുള്ളവർക്ക് കുട്ടികളെ കൊടുക്കുന്നത്? നമ്മുടെയിലേക്ക് മാത്രം കുട്ടികളെ കൊടുത്താൽ പോരാ, അവരുടെയിലേക്ക് കുട്ടികളെ കൊടുക്കുമ്പോഴല്ലേ അവർ കാഫിറുകളാണ്? അവൾ എന്നോട് ഒന്ന് ചോദിക്കാം, അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെയല്ലേ പറയണ്ടേ? വളരെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അവരുടെ നിതമോളാണോ ചോദിച്ചേ? നിതമോള്. അടിപൊളി. വെറുതെ എന്തേലും ഒരു അവരുടെയിലേക്ക് നമ്മളെ കുട്ടികളെ കൊടുക്കണം. അതിലും ഉണ്ട് പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ഉണ്ട്. എന്റെ മോള് 7th പഠിക്കണമെങ്കിലും ഷോളൊന്നും ഇട്ട് സ്കൂളിലേക്ക് പോവില്ലായിരുന്നു. ഞാനും എനിക്കും അത് നിർബന്ധമൊന്നുമില്ല, ചെറിയ കുട്ടിയല്ല, അവളെ ഇഷ്ടമല്ല. പക്ഷെ എന്നും മദ്രസയിൽ പോയി കഴിഞ്ഞാൽ ഉസ്താദിന്റെ വലിയ പരാതി അതായിരുന്നു. അപ്പൊ ഞാൻ ഉസ്താദിനെ ഒരു വട്ടം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മോളാണ്, ഞാനവിടെ മദ്രസ പഠനത്തിന് വിടണമെന്നുള്ളൂ, ഭരിക്കാൻ വിടുന്നില്ല, എന്റെ മോളാണ്, എന്റെ മോൾ എങ്ങനെ നടക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, തട്ടറിന്റെ പ്രായമാകുമ്പോൾ ഞാൻ തട്ടടിപ്പിക്കാം, ഉസ്താദ് വിഷമിക്കണ്ടായിരുന്നു. ആദ്യം പഠിപ്പിച്ചത് ഒരു ചെറിയൊരു പയ്യനായിരുന്നു, അയാളും കൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മൾക്ക് ഈ മാസം ചെലവിന് കൊടുക്കണം എന്നുള്ളൂ. ഉസ്താദിന് ചെലവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ഉസ്താദിനല്ല ചെലവ്, നമുക്കാണ് ചെലവ്. ആ ഒരു സംഭവം അത് മാത്രമേ അവനെ കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വന്നൊരു പ്രായമുള്ള ഒരു ആൾക്കാണ് ഇങ്ങനെയൊക്കെ കൈ ഇവളിങ്ങനെ മഫ്റ്റിട്ട് കണ്ണൊക്കെ എഴുതിട്ട് പോകുമ്പോൾ കണ്ണ് എഴുതുമ്പോ ഭംഗിയാണ്, ഇവളാ എല്ലാ കാര്യം 2 കുട്ടികളും ഓപ്പൺ ആയിട്ട് വന്ന് പറയണതാ, കണ്ണ് എഴുതുമ്പോ ഭംഗിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പിന്നെ ഒരു ദിവസം കാല് ഉഴിഞ്ഞാട്ട് കൈ ഉഴിഞ്ഞാട്ട് എന്ന് പറയുന്നത്, കാലും കൈ ഉഴിയാനാണ് സംഘടന പോകണ്ടായിരുന്നു ഞാൻ. അപ്പൊ ഇതാണ് മദ്രസയിൽ നടക്കുന്നത്. അതാണ് മദ്രസ. 6ാം ക്ലാസ് വരെ പഠിച്ച പിള്ളേർക്ക് എന്ത് കുന്താന്ന് ഞാൻ അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന റീച്ച്, ലൈക്ക്, ഷെയർ, വ്യൂസ്, ഇതുകൊണ്ട് നമുക്ക് ഫേമസ് ആകാൻ പറ്റും, കുറേ പണവും ഉണ്ടാക്കാം. പക്ഷേ മരണപ്പെട്ട് കഴിയുമ്പം ഖബറിലെത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതില് നിനക്ക് എത്ര റീച്ച് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമോ? മതം ഉപയോഗിച്ചുകൊണ്ട് റീച്ച് കൂട്ടുന്ന ആളുകൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, എനിക്കറിഞ്ഞൂടാ. കാരണം മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇനി റീച്ച് കൂട്ടാനാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിനല്ല, ഹിജാബൊക്കെ മാറ്റി അല്പവസ്ത്രം ധരിച്ച് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള മ്യൂസിക്കിനും റീൽസിനും ഒക്കെ ഡാൻസ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഇട്ട് നോക്കൂ. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഓരോ വീഡിയോസിലും പറയാറുള്ളത്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് 100% ഷ്യൂരിറ്റി ഇല്ലെങ്കിൽ പറയാതിരിക്കും. അതെങ്ങനെ താത്തക്കറിയാം? ഒരു 10-20 വർഷം പുള്ളിക്കാരിക്കാൻ നോട്ടം കിട്ടിയായിരുന്നു. ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഈ പുള്ളിക്കാരെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് തോന്നുന്നു. ഡാർക്ക് ലിപ്സ് കാരണം ബുദ്ധിമുട്ടുകയാണോ? എങ്കിൽ ഇത് ഒരു പെർമനന്റ് സൊല്യൂഷൻ പറഞ്ഞുതരാം. ചുണ്ടിലെ കറുപ്പ് നിറം മാറ്റി നല്ല മനോഹരമായ നാച്ചുറൽ കളറിലേക്ക് കൊണ്ടുവരാൻ ലിപ് ബ്ലഷ്. ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഐഷാസ് ബ്യൂട്ടി സലൂണിലാണ്. ഡാർക്ക് ലിപ്സ് ഉള്ള കുറേ ക്ലൈന്റ്സ് നമ്മുടെ ഇവിടെ വന്ന് ചോദിക്കാറുണ്ട് എന്ത് ചെയ്യണമെന്ന്. ലിപ്സ്റ്റിക് ഇട്ടാൽ കൂടി അവർക്ക് ഈവൻ ആയിട്ട്. നമ്മുടെ താത്തക്കുട്ടി പ്രൊമോട്ട് ചെയ്തൊരു ബ്യൂട്ടി സലൂണാണിത്. അതെ, ഐഷാസ് ബ്യൂട്ടി സലൂൺ ഇപ്പം സ്പെഷ്യൽ ഓഫർ നടക്കുകയാണ് കേട്ടോ. ഐബ്രോസിന്റെ തിക്നെസ് കുറവാണോ? ഇപ്പൊ ഞാൻ കാരണം ഐഷയ്ക്ക് കുറച്ചുകൂടി പ്രൊമോഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കോമഡി എന്നാ അറിയാവോ? ഇതിന്റെ ക്യാപ്ഷൻ നിങ്ങൾ നോക്കിയാൽ ഈ പെണ്ണുപിള്ളി ഇട്ടേക്കണേ, #Islam #Muslim #motivation. ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ 2 കൊണയും കൂടി ഒരേ സമയത്ത് സംസാരിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാകാത്തത്. അതിനേക്കാൾ കോമഡി ഇതിന്റെ കമന്റ് ബോക്സ് ആണ്. അതിലും വലിയ കോമഡി. കോൺഫിഡന്റ്ലി മൂവ് ഓൺ സിസ്റ്റർ, 100% യു ആർ ഇൻ ദ റൈറ്റ് വിഷൻ, മേ അല്ലാ ബ്ലസ് യു മോർ കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ് അഹെഡ്. നമുക്ക് ഈ താത്തേനെ മൂക്കിൽ നിർത്താമെന്ന് തോന്നുന്നു. ജോക്കുട്ടിന് ഒരു വര കൂടി വരേണ്ടി വരും. എന്തായാലും വരും. അൽഹംദുലില്ലാഹ്. ഇനി ഇൻസ്റ്റാഗ്രാം മുതൽ ടിക്ടോക്ക് വരെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടി ഷോപ്പാക്കും സിസ്റ്റർ. അതൊന്നും പുള്ളിക്കാരി മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ വേറെ ആളുകൾ സീരിയസ് ആയിട്ട് പറയുന്നതൊന്നും പുള്ളിക്കാരി മൈൻഡ് ചെയ്തിട്ടില്ല. പുള്ളിക്കാരിക്ക് ആരെങ്കിലും എന്നെപ്പറ്റി പറഞ്ഞിട്ട് വേണം അതിൽ ആനന്ദം കണ്ടെത്താൻ. ഈ മേക്കപ്പ് ഒക്കെ നിർത്തിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പൈസ മേടിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തേക്കുന്ന ബ്യൂട്ടി സലൂൺസിൻ്റെയൊക്കെ പ്രൊമോഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. മതം ഉപയോഗിച്ചിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നു. കുറെ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല, വലിയ കയ്യടിയെ കൊടുത്തോണ്ടിരിക്കുവാണ്. എനിക്കിപ്പോൾ തോന്നുന്നു ഇവരെ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവർ സൈഡിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം മതം തലക്ക് പിടിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിച്ച്
റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ് പുള്ളിക്കാർ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ഇട്ടുകൊണ്ട് 1 മണിക്കൂർ ലൈവ് ചെയ്തിട്ടേക്കുന്നു. 1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ 4 നേരത്തെ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സമയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അല്ലേ, ഇതൊക്കെ ചെയ്യേണ്ട സമയത്ത് 1 മണിക്കൂർ ഇതിൻ്റെ ലൈവ് ചെയ്തേക്കുന്നു. ഈ 1 മണിക്കൂറിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ശരിക്കും ഒരു മുസ്ലിം വനിത ചെയ്യണം. ഈ വീഡിയോ ഒക്കെ പുതിയ ആളുകൾ ഇപ്പോഴും കാണുന്നില്ലെന്നും താത്തയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ഫുൾ സപ്പോർട്ട് ഇത്ത, ഫൈറ്റ് അഗെയിൻസ്റ്റ് ദോസ് ലോക്കൽ ട്രോളേഴ്സ്, ബുള്ളീസ്, എത്തിസ്റ്റ്. അവൻ്റെ പ്രൊഫൈൽ പിക്ചറാണ് കോമഡി. സർക്കാസ്റ്റിക്കായിട്ട് ഊക്കിയതാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ തള്ളേനെ ആൾക്കാർ കളിയാക്കണതാണോ അതോ തള്ള ബുദ്ധിപരമായിട്ട് നീങ്ങുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവണില്ല. എന്താണ് നിങ്ങൾക്ക് ഉള്ള കിടിലൻ. മുസ്ലിം സ്ത്രീകളുടെ അടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഇതേപോലെ ഷെയ്ഖ് ഹാൻഡ് കാണിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, അവർ തിരികെ നിങ്ങൾക്ക് കൈ തരുന്നുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ ആവണം എന്നില്ല. നിങ്ങൾക്ക് വിഷമം തോന്നാതിരിക്കാനും ആ സമയത്ത് എങ്ങനെ നോ പറയണം എന്നറിയാത്തത് കൊണ്ടും കൈ തരുന്നതാവും. അന്യ പുരുഷന്മാർക്ക് മുസ്ലിം സ്ത്രീകൾ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്നത് തെറ്റാണ്. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പല പുരുഷന്മാരും മുസ്ലിം സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയും തിരിച്ച് മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാർക്ക് നേരെ കൈ കൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. നമുക്കൊരാളെ വിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഇൻ കേസ് ഏതെങ്കിലും ഒരു പുരുഷൻ നമ്മുടെ മുൻപിലേക്ക് ഇതുപോലെ ഷെയ്ഖ് ഹാൻഡുമായിട്ട് വരികയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം? വളരെ നല്ല രീതിയിൽ ചെറിയ പുഞ്ചിരിയോടുകൂടി പറയുക, ക്ഷമിക്കണം, ഞങ്ങളുടെ മതത്തിൽ ഇതേപോലെ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കാൻ സാധിക്കില്ല, അനുവദനീയമല്ല എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകണമല്ലോ. അതിൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റില്ല, അത് പറഞ്ഞ ശരിയാണ്. അല്ല തെറ്റില്ല, പുള്ളിക്കാരി പറഞ്ഞ ശരിയാണ്. പുള്ളിക്കാരി പറഞ്ഞ ശരിയാണ്. ഒരാൾക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കണം വേണ്ട എന്നുള്ളത് അവരവരുടെ ചോയ്സാണ്. ഇതൊക്കെ നമ്മൾ ശരി വയ്ക്കുന്നു, ഇല്ലാതൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്താണോ ചെയ്യണം, നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അതേപോലെ തന്നെയാണോ മറ്റുള്ള പെണ്ണുങ്ങളും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആളിവിടെ ഒരുപാട് ദീനും ഇസ്ലാമും മുന്നോട്ട് ഇവിടെ പറയും. പെണ്ണുങ്ങളെ നന്നാക്കണ കാര്യം പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിന്റെ കുറെ മസലകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ആള് ചെയ്യണ പരിപാടി എന്താ വെച്ചാൽ മാളിലോ സൂപ്പർ മാർക്കറ്റിലോ എവിടെയും പോയിട്ട് പക്ക പ്രമോഷൻ വർക്കും ചെയ്യാം. നിങ്ങൾ പറയുന്നത് മറ്റേ മുടി കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് തെറ്റന്നെയാണ്. ഇസ്ലാമിന്റെ ആ ചട്ടത്തിൽ നിന്നാണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇവിടെ വരാൻ തന്നെ പാടില്ല. നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്, ഇന്നെപ്പോലത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു തന്നിട്ടല്ല ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. പിന്നെ നിങ്ങളിട്ട പാന്റ് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടോ? ഇസ്ലാമിന്റെ ചട്ടത്തിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടാട്ടോ പറയുന്നത്. നമ്മളെ ദീനിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം, ഇതൊക്കെ തെറ്റന്നെയാണ്. നിങ്ങൾ ചെയ്യണം തെറ്റല്ലേ? എന്നാ പറയാനല്ലേ, അതിനെ നിങ്ങൾ കൊടുക്കണ്ടേ? ഈ ഊക്കൽ ഉപദേശം ഒരുമിച്ചാവുമ്പോൾ എന്താണോ കമന്റ് ബോക്സിൽ കയറി നിരങ്ങും ആളുകൾ. ഞാൻ കാണുന്നു നിങ്ങളെ കമന്റ് ബോക്സൊക്കെ നോക്കി ഒരു നല്ലൊരു അനുകൂലമായിട്ടുള്ള കമന്റ് കിട്ടില്ല. അതെന്താ? നിങ്ങൾക്ക് പറയാൻ അവകാശമല്ല. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പാൻറ്റൊക്കെ ഇട്ട് കണ്ടാണ് ആളെ കൂടെ വീട് വിടുന്നത്. ഞാൻ ഇരുന്ന് മുഷിഞ്ഞ് ഗൈസ്, ഇത് കുറേ ഉണ്ട്. ഞാനിവിടെ സർക്കാർ നിർത്തുവാണ്. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടേണ്ട. താത്തക്കുള്ള എയറിൻ്റെ ബഹുമാനവും നമ്മൾ ചിലപ്പോൾ ഇതോടെ തന്നെ നിർത്താൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ബൈ.